ഇസ്രായേലിൽ മലയാളി വെടിയേറ്റു മരിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. തുമ്പ സ്വദേശി തോമസ് ഗബ്രിയേൽ പെരേരയാണ് മരിച്ചത്. ജോർദാനിൽ നിന്നും ഇസ്രായേലിലേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമിക്കുന്നതിനിടെ വെടിയേൽക്കുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന മേനകുളം സ്വദേശി എഡിസൺ നാട്ടിലെത്തി. ബാക്കിയുള്ളവർ ഇസ്രായേലിൽ ജയിലിൽ തുടരുകയാണ്. വേളാങ്കണ്ണിക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് ഫെബ്രുവരി 5-ന് തോമസ് വീട്ടിൽ നിന്ന് പോയത്. എംബസി മെയിൽ ലഭിച്ചപ്പോഴാണ് മരണവിവരം അറിയുന്നതെന്നും ബന്ധു പറഞ്ഞു. റിനു ശ്രീധറുണ്ട് വിശദാംശങ്ങളുമായി. റിനു, ബന്ധുക്കളെ അറിയാതെയാണോ ഇദ്ദേഹം ഇസ്രായേലിലേക്ക് പോയത്? എപ്പോഴാണ് ഇത്തരത്തിൽ വെടിയേറ്റത് എന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? കുടുംബത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? വിനീത, ഈ മാസം 5-ാം തീയതി കഴിഞ്ഞ മാസം 5-ാം തീയതിയാണ് ഈ ഗബ്രിയലും അതുപോലെ തന്നെ ഒപ്പമുണ്ടായിരുന്ന 4 പേരും ഇസ്രായേലിലേക്ക് പോയത് എന്നുള്ളതാണ്. ഇതിൽ 3 പേരും ഈ തുമ്പ സ്വദേശിയാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഒപ്പം മേനംകുളം സ്വദേശിയായിട്ടുള്ള എഡിസൺ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സഹോദരൻ കൂടിയാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ കഴിഞ്ഞ 9-ാം തീയതിയും ഇവർ വീട്ടിലേക്ക് വിളിച്ചു സേഫാണെന്ന് അറിയിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇസ്രായേലിലേക്ക് പോകുന്നു എന്നല്ല പറഞ്ഞത്, വേളാങ്കണ്ണിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് ഇവിടെ നിന്ന് പോയത് എന്നുള്ളതാണ് ഈ ബന്ധുക്കൾ അടക്കം പറയുന്നത്. എന്തായാലും ഈ ജോർദാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് കടക്കുന്നതിനിടയിൽ സെക്യൂരിറ്റി ഫോഴ്സ് ഇവരെ തടഞ്ഞു നിർത്തുവാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ ഇവർ നിൽക്കാതെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. തുടർന്ന് സെക്യൂരിറ്റി വിഭാഗം സേന ഇവരെ നിറയൊഴിക്കുകയായിരുന്നു, അതായത് വെടിയുതിർക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഈ ഒപ്പമുണ്ടായിരുന്ന അതായത് ഭാര്യയുടെ സഹോദരനായിട്ടുള്ള എഡിസന് കാലിലും അതുപോലെ തന്നെ ഈ ഗബ്രിയലിന് തലയ്ക്കും വെടിയേറ്റു എന്നുള്ളതാണ്. ഈ ഗബ്രിയൽ ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു എന്നും പറയുന്നു. എഡിസൺ ഈ കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് വരികയും ചെയ്തിരുന്നു. പക്ഷേ ഇന്നലെയാണ് ഇവർക്ക് ഇമെയിൽ സന്ദേശം വഴി എംബസി വഴി ഇത്തരത്തിലൊരു വിവരം അറിയിക്കുന്നത്. ഇദ്ദേഹം മരണപ്പെട്ടു എന്നും ഒപ്പം ഇവരുടെ ഒപ്പമുണ്ടായിരുന്ന 2 പേരെ ജോർദാൻ സേന പിടികൂടി അവിടുത്തെ ജയിലിലാണ് എന്നുള്ള വിവരവുമാണ് ലഭിക്കുന്നത്. എന്തായാലും ഈ വീട്ടുകാർ വിവരം കഴിഞ്ഞ ദിവസം തന്നെ അറിഞ്ഞിരുന്നു. ഇവർ പറയുന്നത് കടബാധ്യതയുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവിടേക്ക് പോയതാകാം എന്നുള്ള അടക്കമുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ അതോ ഏതെങ്കിലും ഏജൻസികൾ, നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളതാണല്ലോ, അത്തരത്തിൽ ഏജൻസികൾ വഴിയോ മറ്റോ പോയതാണോ? അത്തരം വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഇവർ ഏജൻസി വഴി പോയി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ വെടിയേറ്റ എഡിസൺ മാധ്യമങ്ങളോടോ അല്ലെങ്കിൽ മറ്റുള്ളവരോടോ സംസാരിക്കുന്നില്ല, മാനസികമായി ചില ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് അറിയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിവരം അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത് എന്താണ് എന്നുള്ളത് കേൾക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പ്രതികരിക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല. എന്തായാലും പോലീസും അതുപോലെ തന്നെ ഗവൺമെൻറ് എംബസി അടക്കമുള്ളവർ ഇടപെട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കണമെന്നുള്ളതാണ് ഇവരുടെ ഭാര്യ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. എന്തായാലും സർക്കാർ ഇടപെടും എന്നുള്ളതാണ്. എംപിമാരടക്കമുള്ളവർ ഇടപെടൽ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വിവരവും ലഭിക്കുന്നുണ്ട്. ഈ ബീനയാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരിച്ചിരുന്നു. അവരാണ് പറഞ്ഞത് ഈ 5-ാം തീയതി പോയി, 9-ാം തീയതി വിളിച്ചു, പക്ഷേ 5-ാം തീയതി പോയത് വേളാങ്കണ്ണിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് എന്നടക്കമുള്ള വിവരം ഇവരാണ് നൽകുന്നത്. എന്തായാലും മൃതദേഹം നാട്ടിലെത്തിക്കണമെന്നൊരു ആവശ്യം ഇവർ ഉന്നയിക്കുന്നുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഇത് വീട്ടാൻ വേണ്ടി ജോലിക്ക് പോകുന്നു എന്ന് പറഞ്ഞ് വേളാങ്കണ്ണിയിലേക്ക് ജോലിക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് പോയത് എന്നതടക്കമുള്ള വിവരങ്ങൾ പറയുന്നത്. പക്ഷേ ഇവർ എങ്ങനെയാണ് അവിടേക്ക് കടന്നതെന്നോ എന്ത് സംഭവിച്ചു എന്നുള്ളതോ ഈ എഡിസന് മാത്രമാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ എഡിസൺ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിനീത, ശരി, ഏതായാലും ദാരുണമായ ഒരു സംഭവം തന്നെ. തുമ്പ സ്വദേശി തോമസ് ഗബ്രിയേൽ പെരേരയാണ് മരിച്ചെന്ന വിവരം ഇപ്പോൾ ബന്ധുക്കൾക്ക് ലഭിച്ചിരിക്കുന്നത്. ജോർദാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് വെടിയേറ്റത്. മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. ഇതിലേതായാലും എംബസിയുടെ ഉൾപ്പെടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഉൾപ്പെടെ ഇടപെടൽ ആവശ്യവുമാണ്. അതിനുള്ള ശ്രമത്തിലാണ് അവർ. റിനു ശ്രീധർ റിപ്പോർട്ട് ചെയ്യുന്നു തുമ്പയിൽ നിന്ന്.